മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതി. അനീതിക്കെതിരായുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. എന്നാൽ മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടിലങ്ങാടിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ ചിലതാണ് മനുഷ്യാവകാശ ക്ലബ്ബും ജാഗ്രതാ സമിതിയും. നമുക്ക് സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടിലങ്ങാടിയെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടിലങ്ങാടിയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി. കടലുണ്ടിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ഒരു സ്കൂൾ സ്ഥാപിതമായത് 1912-ലാണ്. നിലവിലുണ്ടായിരുന്ന മദ്രസയാണ് ബ്രിട്ടീഷ് സാഹിബിന്റെ പ്രേരണയാൽ സ്കൂളാക്കി മാറ്റിയത്. 1959 ഇതിനെ യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. സ്കൂളിന് സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന ഈ സമയത്ത് സ്ഥലവാസിയായ പടിക്കമണ്ണിൽ അലവി ഹാജി 1 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകി. അങ്ങനെയാണ് കാഞ്ഞിരക്കുന്ന് എന്ന ഈ കുന്നിൻ മുകളിൽ കൂട്ടിലങ്ങാടി ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ സ്ഥിരമായി നിലകൊള്ളാൻ തുടങ്ങിയത്. സോ, നിങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അടിസ്ഥാന സൗകര്യം, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, സമൂഹ കൂട്ടായ്മ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ. കൂട്ടിലങ്ങാടി ഗവൺമെൻറ് യു പി സ്കൂളിലെ വളരെ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. അവിടെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, തയ്യൽ പരിശീലനം, കുട നിർമ്മാണം, പേപ്പർ നിർമ്മാണം, പിന്നെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ കുട്ടികളിൽ ആരെങ്കിലും അതിൻ്റെ പ്രവർത്തനം അത് ഉണ്ടാക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നോ? ഹെറിറ്റേജ് മ്യൂസിയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സമൂഹത്തിലെ കൂട്ടിലങ്ങാടി, ഞങ്ങൾ ഹെറിറ്റേജ് മ്യൂസിയത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ കൂട്ടിലങ്ങാടി ഹെറിറ്റേജ് മ്യൂസിയം എന്നാണ്. കൂട്ടിലങ്ങാടി പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ഒരു സംഭാവന തന്നെയാണ് ഞങ്ങളുടെ ഹെറിറ്റേജ് മ്യൂസിയത്തിലുള്ളത്. ആദ്യമായിട്ട് ഇതിന് തുടക്കം കുറിച്ചത് പാരഡി ഭാഗത്ത്, ഞങ്ങളുടെ പ്രദേശത്തുള്ള പാരഡി ഭാഗത്ത് ഒരു പ്രാദേശിക രക്ഷാകർതൃ സമിതി യോഗം വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു കർഷകൻ. മ്യൂസിയത്തില് ഇപ്പോൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ കിട്ടിയ ഏത്തക്കട്ട ഉണ്ടായിരുന്നു, പിന്നെ മെതിയടി, ഉപ്പുകുറ്റി, ഉപ്പ് ഇട്ട് വയ്ക്കുന്ന. അത് എന്തുകൊണ്ടുള്ളതാണത്? ഉപ്പുകുറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അത് മരം കൊണ്ടുള്ളതാണ്. പിന്നെ പല നാണയങ്ങള്, പഴയ നാണയങ്ങളൊക്കെ അല്ലേ? ഇന്ത്യയിലെ നാണയങ്ങളാണോ അത് വേറെ ഉള്ളത്, വെളിയിൽ നിന്നുള്ളതൊക്കെയാണോ? പലതും. പുറത്തുനിന്നുള്ളതും ഉണ്ടോ? കൂട്ടിലങ്ങാടിയിലപ്പോൾ പുറത്തുനിന്നുള്ള നാണയങ്ങളൊക്കെ പണ്ട് വരുമായിരുന്നോ? അതോ ഇപ്പൊ ഗൾഫിൽ നിന്ന് ആളുകൾ കൊണ്ട് തന്നതാണോ? അല്ല, അത് ശേഖരിച്ചു വെച്ചതായിരിക്കും. അത് ശരി. പിന്നെ ഈ തൂക്കുന്ന ഒരു വെള്ളിക്കോല്. അതുകൊണ്ട് എങ്ങനെയാ തൂക്കുന്നേ? വെള്ളിക്കോല് കൊണ്ട് തൂക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു സംഗതിയായിട്ട് അതിന് ബന്ധമുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പഠിക്കാനില്ലേ? നിങ്ങൾക്ക് ഉത്തോലകങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? ഉത്തോലകം എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കാറുണ്ടോ? ഉത്തോലകം ഉണ്ടല്ലോ. അതിന് വെള്ളിക്കോലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്പ്രിംഗ് ത്രാസ് വേറെ, ഉത്തോലകം ആയിട്ട് വെള്ളിക്കോലിനുള്ള ബന്ധം നിങ്ങൾ വേറെ ആർക്കെങ്കിലും അത് ഷാന നസീൻ, ഈ ഉത്തോലകത്തിനും വെള്ളിക്കോലിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വെള്ളിക്കോല് അത് ഉത്തോലകമാണോ? വെള്ളിക്കോല് നീണ്ടിട്ടിരിക്കും, ഒരു റൂൾ തടി പോലെ അല്ലേ? എന്നിട്ട് അതിന്മേൽ കൊക്ക ഉണ്ടാവും. എന്താ സാധനങ്ങള് വെച്ച് തൂക്കാം. അപ്പൊ അത് ഉത്തോലകത്തിന്റെ പ്രിൻസിപ്പിൾ അതിനകത്തുണ്ടോ? പോട്ടെ. മോള് പോയിട്ടുണ്ടോ ഈ മ്യൂസിയത്തില്? അവിടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എന്താണ് മരയച്ച്? എന്തിനുള്ള അച്ച? അത് അച്ചടിക്കുള്ളതാണോ? അത് പണ്ട് കാലത്ത് എന്താ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്നോ? അത് സീല് പോലെയാണോ അതിനകത്തുള്ളത്? അത് അക്ഷരങ്ങളാണോ ഉള്ളത് അച്ചില്? അക്ഷരങ്ങളുണ്ട്, മരം കൊണ്ടുള്ള, തടി കൊണ്ടുള്ള അച്ചുകൾ ഇല്ലേ? ശരി. പിന്നെ ചൈനീസ് ക്ലേ മോഡൽസ്. എന്താണ്
ചൈനീസ് ക്ലേ മോഡൽ. ചൈനീസ് ക്ലേ മോഡൽ. ചൈനീസ് ക്ലേയോ ചൈന ക്ലേയോ? ചൈനീസ് ക്ലേ മോഡൽ. ചൈനീസ് ക്ലേ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാണോ അതോ നമ്മുടെ നാട്ടിലുള്ളതാണോ? ചൈന ക്ലേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടോ അറിയാമോ? നിങ്ങളുടെ നാട്ടിൽ ചൈന ക്ലേ ഉണ്ടോ എവിടെയെങ്കിലും? അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ആയിക്കോട്ടെ. പിന്നെ അപ്പോൾ മ്യൂസിയം നന്നായിരുന്നു. നിങ്ങളെ മ്യൂസിയത്തിൽ എങ്ങനെ സ്കൂളിൽ തന്നെയാണോ ഈ മ്യൂസിയം അതോ പുറത്തെവിടെയെങ്കിലും ഒരു കെട്ടിടത്തിലാണോ? സ്കൂളിലാണ്. അപ്പോൾ അത് അത് കാണാനായിട്ട് വെളിയിൽ നിന്നൊക്കെ ആളിലൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. നിങ്ങളാണോ അത് വിശദീകരിച്ച് കൊടുക്കുന്നത്? കുട്ടികളാണോ അതോ അതിന് വേറെ ആളുണ്ടോ? കുട്ടികളുണ്ട്, അധ്യാപകർ. അപ്പോൾ കുട്ടികളതെല്ലാം പഠിക്കണം. ഓരോ സംഗതിയുടെയും പിന്നിലുള്ള ഇതെന്ത് 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 എന്ന് തൊട്ട് ചോദിക്കണം. അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ സയൻസ് എന്താണെന്ന്, ഇതിനകത്ത് പല സംഗതിയിലും സയൻസ് ഉണ്ട്. ഉപ്പ് വയ്ക്കുന്ന പാത്രം എന്തുകൊണ്ടാണ് തടി കൊണ്ടുണ്ടാക്കുന്നത്, എന്തുകൊണ്ടത് ലോഹം കൊണ്ടുണ്ടാക്കുന്നില്ല, അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. എല്ലാ സ്മാർട്ട് ക്ലാസ് റൂമാണോ? ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്നും സാർമാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്പുകൾ കാണിച്ചു തരാറുണ്ട്. എല്ലാ സാർമാർക്കും നല്ലവണ്ണം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാവോ അതോ കുട്ടികൾക്കാണോ കൂടുതലായിട്ട് അറിയാവുന്നത്? കുട്ടികൾക്കും സാർമാർക്കും അറിയാം. രണ്ടുപേർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ ലാപ്ടോപ്പ് ഉള്ള സ്കൂളിൽ നല്ല ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് ഉണ്ട്. ഉണ്ട്. എത്ര ടോയ്ലറ്റ് ഉണ്ട്? ടോയ്ലറ്റ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ട അത്ര ടോയ്ലറ്റ് ഉണ്ട്. അതെന്തൊരു കണക്കാ അത്? അതൊരു കണക്കല്ല എന്ന് കൃഷ്ണമാഷ് പറയും. 15 ടോയ്ലറ്റ്. 15 ടോയ്ലറ്റ് ആൺകുട്ടികൾക്ക് അതോ പെൺകുട്ടികൾക്കോ? 7 പെൺകുട്ടികൾക്കും ബാക്കി ആൺകുട്ടികൾക്കും. പിന്നെ വെള്ളം, കുടിക്കാനുള്ള വെള്ളമോ? നല്ല വെള്ളമാണോ നിങ്ങളുടേത്? നല്ല വെള്ളമുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരാറുണ്ട്. അതിന് പുറമെ കഞ്ഞിപ്പുരയിൽ കഞ്ഞിവെള്ളം വെക്കാറുണ്ട്. പിന്നെ രാവിലെ തുളസിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് ഞങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവെക്കാറുണ്ട്. അതിന് മാത്രം തുളസി ഉണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും തുളസി ഇല ഇട്ട് തരാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഔഷധത്തോട്ടമുണ്ട്. അതിൽ പലതരം തുളസികളുണ്ട്. ആണോ? എല്ലാ ദിവസവും തുളസി. എന്നാൽ നിങ്ങൾക്ക് ഇല്ലാത്ത എന്തായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? അയ്യോ, തിയേറ്ററിലൊക്കെ പോകുന്ന സിനിമകൾ കാണുമ്പോൾ തോന്നില്ലേ, അയ്യോ എന്ത് വലിയ സ്കൂള്, എന്ത് നല്ല സ്കൂള്, ഞങ്ങളുടെ സ്കൂളിൽ ഇതില്ലല്ലോ എന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും? ഞങ്ങളുടെ സ്കൂളിൽ ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഗ്രൗണ്ട് ഇല്ലാതെ എന്നാണ്. സച്ചിൻ ടെണ്ടുൽക്കറെ കാണുമ്പോഴാണോ അങ്ങനെ തോന്നിയത്? അല്ല, പിന്നെ മറ്റു സ്കൂളുകളിൽ ഈ ആര്യ വിദ്യാലയം കണ്ടപ്പോൾ തന്നെ ഓരോ സ്കൂളിലെ മികച്ച പരിപാടികളിൽ നടത്തിയപ്പോൾ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് ഇല്ല എന്നതൊരു കാരണമാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് 2ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ അടുത്ത പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അല്ല, അത് ശരിയാണ്. അല്ല, നിങ്ങളുടെ സ്കൂളിന് ഇല്ലാത്ത അയ്യോ എൻ്റെ സ്കൂളിൽ ഇത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയ എന്തെങ്കിലും ഉണ്ടോ? ഗ്രൗണ്ടേ ഉള്ളു അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ സ്കൂളിൽ ഇത് എന്താണ്? ഞങ്ങൾ ഇന്നാളെ ഒരു സിനിമ കണ്ടപ്പോൾ എല്ലാ കുട്ടികൾക്കും സെപ്പറേറ്റ് മേശയും കസേരയൊക്കെ കണ്ടു. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ്? ഡെസ്കും ബെഞ്ചും ആണല്ലേ? ഡെസ്ക് ബെഞ്ച്. PTA ആര് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഈ സിനിമ PTA ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞാൽ മതി. ശരി. ഫാസിൽ ആരാണത്? ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ കൂട്ടിലങ്ങാടിയിൽ ഒരു കവിയും പത്രാധിപരും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശസ്ത വ്യക്തി താമസിക്കുന്നുണ്ട്. മണമ്പൂർ രാജൻ ബാബു ആണല്ലേ? അദ്ദേഹം ഒരു മാഗസിൻ പുറത്തിറക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പേര്? ഇന്ന് എന്ന മാഗസിൻ. മണമ്പൂർ രാജൻ ബാബുവിന്റെ കവിതകൾ ഏതെങ്കിലും അറിയാവോ? അറിയാം. കൂട്ടിലങ്ങാടി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്നാ കൂട്ടിലങ്ങാടിയെ കുറിച്ചുള്ള കവിത ഞങ്ങൾ കേൾക്കട്ടെ. ഒച്ചത്തിലായിരിക്കണം. കൂട്ടിലങ്ങാടി പുഴ പറഞ്ഞു കൂട്ടുകാരാ വരാനെന്തു വൈകി, കാട്ടുകാരെ കണ്ട് കൂട്ടം മറന്നതോ, കൂട്ടിൽ കുരുങ്ങിനിൻ മതി, കുഴപ്പമില്ല. പിന്നെ ഒരു കുന്നിൻ പുറത്താണ് സ്കൂൾ എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഹെഡ്മാഷ് പറഞ്ഞല്ലോ കുന്നിൻ പുറത്താണ്. ശരിയല്ലേ? ശരിയാണ്. വളരെ ശരിയാണോ? ടൗണിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണ്. അപ്പോ അവിടെ ഈ കുന്നിൻ പുറത്ത് നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഷബാന, കുന്നിൻ പുറത്ത് പോയിട്ടുണ്ടോ?
ഷബിനിയാണ്. പറഞ്ഞ മോളെ. പോയിട്ടുണ്ട്. എന്തൊക്കെ കണ്ടു അവിടെ? ഞങ്ങൾ അവിടെ പോയി കുന്നിന്റെ പുറത്ത് കയറി താഴോട്ട് നോക്കിയ പ്രകൃതിയുടെ സൗന്ദര്യം അപ്പൊ അറിയാ. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കലുണ്ടോ? ആസ്വദിക്കാറുണ്ട്. എന്താ ഈ ആസ്വാദനം എന്ന് പറഞ്ഞാല്? ആസ്വദിക്കെന്ന് പറഞ്ഞാല് ആസ്വദിക്കല്ലേ? അല്ല, എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അനുഭവമാണ് അല്ലേ? അത് എന്താ പറയാ, ഭയങ്കര സന്തോഷം ആവേശമൊക്കെ ഒപ്പം വരുന്നത്, ഇഷ്ടവും. അങ്ങനെ നമുക്ക് അനുഭവമാകുന്നതിനാണോ ആസ്വാദനം എന്ന് പറയുന്നത്? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ശരി കേട്ടോ. നമുക്ക് തോന്നുന്നത് തന്നെയാണ് അതിൻ്റെ ശരി, മറ്റുള്ളവർക്ക് തോന്നുന്നതല്ല കേട്ടോ. ആസ്വാദനം എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ശരി. എനിക്ക് അബ്ദുസമദ് മാഷിനോടാണ് ചോദിക്കാനുള്ളത്. ബാലവേല സംബന്ധിച്ച് അധ്യാപകരുടെ കണ്ടെത്തൽ എന്തായിരുന്നു? അതായത് ആ പ്രദേശത്ത് അങ്ങനെ ഒരു പ്രവണതയുണ്ടോ? അങ്ങാടിയോടെ അടുത്ത സ്ഥലമായതുകൊണ്ട് കുട്ടികൾ സ്വയം ആവശ്യത്തിന് പണം കണ്ടെത്താൻ വേണ്ടി വീട്ടിലാവശ്യമല്ല. അപ്പോൾ പലപ്പോഴും വീട്ടിൽ വാപ്പാരൊക്കെ ഗൾഫിലും മറ്റൊക്കെ ആകുമ്പോൾ എന്താണ്, വീട്ടിൽ ശ്രദ്ധിക്കാൻ പലപ്പോഴും ആളുണ്ടാവില്ല. അപ്പോൾ ഇവർ സ്വയം പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളൊക്കെ തന്നെ പലപ്പോഴും വൈകി പോകുന്ന സമയത്ത് അതുപോലെ കുട്ടികൾ പറയും ചെയ്യും, അങ്ങാടിയുള്ള കുട്ടികൾ പറയും ചെയ്യും. അപ്പം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോഴാ വീടുകളിൽ പോയിട്ട് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്കാർക്കും ആവശ്യമല്ല, ചിലതൊക്കെ അവർ പറഞ്ഞിട്ട് കേൾക്കാത്തവരാണ്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട ആളുകളുമായി. മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ അതുള്ളത് ബോധവൽക്കരണത്തോടെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാതാക്കി. ആരെയാണ് ബോധവൽക്കരിച്ചത്? കുട്ടികളെയാണോ? കുട്ടികളെ രക്ഷിതാക്കളെ. കാരണം രക്ഷിതാക്കൾ ഇടയ്ക്ക് വരും, അപ്പോൾ അതിന് പറ്റുന്നവരെ ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ പഠനകാര്യത്തിൽ കുട്ടിലങ്ങാടിയിലെ രക്ഷിതാക്കളുടെ പൊതുവായ സമീപനം എന്താണ്? രക്ഷിതാക്കൾ നല്ല താല്പര്യമാണ്, പക്ഷെ പലപ്പോഴും അവർക്ക് സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയല്ല. കാരണം വളരെ സാധാരണക്കാരെ കുട്ടികളായതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ. കാരണം വീട്ടിൽ നിന്നൊന്നും അവർക്ക് വേണ്ടാത്ത സഹായങ്ങൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവരെല്ലാ സപ്പോർട്ടും തരും. ഏത് വിധത്തിലുള്ള സഹായം ചോദിച്ചാലും തിരിഞ്ഞ് വളരെ നല്ല അപ്രോച്ചാണ് അവരെടുത്തുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം പരിചിതമായിട്ടുള്ള കലാരൂപങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പന, പിന്നെ മാപ്പിളപ്പാട്ട്. ഓക്കെ, ഒരു മാപ്പിളപ്പാട്ടിലെ 2 വരി പാടാവോ? ബദറുൽ ഹുദായാസീൻ നബി ഹർജായം നീരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാം പിൻ രണ്ടും അസ്വദുമാമീ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഈ സമാന്തര വരകൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് ആദ്യമല്ലേ വരകൾ ചേരുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു പാടില്ലേ? അപ്പോൾ അതിൽ എങ്ങനെ 2 വര സമാന്തരാണെന്ന് തീരുമാനിക്കണം നമ്മൾ? ഒരേ അകലം പാലിക്കുന്ന. ഒരേ അകലം, അത് നല്ല കാര്യമാണ്. ഈ ഒരേ അകലം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇളക്കട്ടെ. ഈ മൂന്നാമതൊരു വര ഉപയോഗിച്ചിട്ട് ഇത് തീരുമാനിക്കാൻ പറ്റുമോ? എങ്ങനെയത്? അത് ഈ 2 രേഖകളെ ഒരു രേഖ വേറൊരു രേഖയായിട്ട് ഛേദിക്കുമ്പോൾ ഇത് ഈ ആയിക്കോട്ടെ, വേറൊരു വര അതിനെ മുറിക്കുമ്പോഴൊക്കെയുള്ള അല്ലേ അത്. അപ്പോൾ അതിന് വല്ല പേരുണ്ടോ? ഈ മൂന്നാമത്തെ വരയ്ക്ക് അങ്ങനെ വല്ല പേര് പറയാറുണ്ടോ? ഈ മൂന്നാമത് മുറിക്കുന്ന വരയ്ക്ക് എന്തെങ്കിലും പേര് പറയാറുണ്ടോ? ഛേദകം. അങ്ങനെ ഒരു പേര് ഇപ്പോഴത്തെ പാഠപുസ്തകത്തിലുണ്ടോ? അത് നിങ്ങളുടെ ആ വീഡിയോ കാണിച്ചപ്പോഴും എഴുതിയിരിക്കുന്നത് കേട്ടോ, ഛേദകം. ഛേദകം എന്നൊരു വാക്ക് ഇപ്പോൾ പാഠപുസ്തകത്തിലുണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് അത് വന്ന്? അല്ല, ഞങ്ങളെ ഗണിത ലാബില് ഒരു ഗണിത കവിത ഉണ്ട്. അത് ഛേദകം എന്ന് വെച്ചാൽ എന്താ ഈ ഛേദിക്കാന്ന് വെച്ചാ? ഛേദിക്കാന്ന് പറഞ്ഞാൽ മുറിക്കുക ആണല്ലേ? അപ്പൊ ഛേദകം എന്ന് വെച്ചാലോ? മുറിക്കുന്ന. കൊള്ളാം, നല്ലത് തന്നെ, അത് കൊള്ളാം. ഗവൺമെന്റ് UP സ്കൂൾ കൂട്ടിലങ്ങാടിയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് UP സ്കൂൾ കൂട്ടിലങ്ങാടിക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 90.4 ഔട്ട് ഓഫ് 100.